അപ്പോൾ ഗായ്സ് ഇതാണ് പഹൽഗാം. കാണാൻ എന്താ അടിപൊളിയാണ് അല്ലേ? എന്നാൽ 24ഓളം ആളുകൾ 3 ടെററിസ്റ്റിനാൽ കൊല്ലപ്പെട്ട സ്ഥലമാണ് പഹൽഗാം. 1000 ये तो जाएगा 1000 1000 हाँ 2 करोड़ अब 200 के लिए इतना जिद करता है साहब। वो आ जाओ हमारा भाई है वो वाला आन भिड़ो आ जाओ। അപ്പോൾ പഹൽഗാം വാലിയുടെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് കയറാൻ വേണ്ടി പറ്റില്ല, ഇവർ സമ്മതിക്കില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഷൂ വെച്ച് കയറാൻ വേണ്ടി പറ്റില്ല. ഫുള്ള് കുതിര നടന്നിട്ട് സ്ഥലമൊക്കെ ചെളി പിടിച്ച് അലമ്പാണ്. അപ്പോൾ അവർ ആദ്യം 1500 പറഞ്ഞു 2 കുതിരയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറ്റില്ല, 1500 പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മുടെ പിന്നാലെ കുറേ നടന്നു. പിന്നെ നമ്മൾ കുറച്ച് ലാസ്റ്റ് 1000 രൂപയ്ക്ക് 2 കുതിര എന്ന് അവർ സമ്മതിച്ചു. നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട് പഹൽഗാം വാലിയിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബൈക്ക് എടുത്ത് ഇറങ്ങിയതാണ്. हेलमेट इधर रख सकता है क्या? इधर रखिएगा हेलमेट साहब। हाँ मेरे पे पास इसको दे दो भाई को, जब रिटर्न में आएगा ना इसको पैसा देगा, ये हेलमेट आपको देगा, ठीक है? हाँ नहीं हम पकड़ेंगे। ओ सची चोरी नहीं लेगा इधर कोई, हमारे जब पास घोड़े का रहेगा। पेमेंट करेगा ना ये आप, ये आपको हेलमेट रिटर्न कर देगा, ठीक है? ठीक है हाँ इसको दे दो। वीडियो लेने की जरूरत नहीं, इधर चोर नहीं है। ये ग्लोव्स रखो मेरे को चाहिए। दीजिए जेड़ माजे से बाहर वाली करो दे वो हेलमेट അങ്ങോട്ട് കയറങ്ങോട്ട്. ना मड़ी लो चलो। ഈ സ്ഥലം ഫുള്ള് കുതിരച്ചാണകം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. और एक किधर है? हाँ ठीक है। ഒരു കുതിരയും കൂടി വേണം, എന്നാലാണ് രണ്ടാൾക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ വീട്ടിലാണ്. എവിടെ? പതുക്കെ പോ കുതിരെ. നമ്മൾ വന്ന സമയത്ത് ഏകദേശം -3 -4 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ രാവിലെ ഏകദേശം ഒരു 5-6 മണിക്ക് ശ്രീനഗറിൽ നിന്ന് ബൈക്കിൽ യാത്ര തുടങ്ങിയതാണ്. ശ്രീനഗറിലെ ടെമ്പറേച്ചർ പോസിറ്റീവാണ്. ഏകദേശം 2 ഡിഗ്രിയൊക്കെ ആയിരുന്നു ശ്രീനഗറത്തെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് ബൈക്കിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തെർമൽസ് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വരിക. നമ്മൾ വിൻഡ് ചില്ല് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടില്ലേ, ഭയങ്കര തണുപ്പായിരിക്കും. നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബൈക്കൊക്കെ നിർത്തിയിട്ട് ഓരോ ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സംഭവം സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയാണ്. 2 സൈഡ് ഫുള്ള് മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്നതാണ്. നമ്മളതിൻ്റെ നടുവ് കൂടെയുള്ള റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ എത്ര അടിപൊളിയാണെന്നുണ്ടെങ്കിലും 24 പേരെ 3 ടെററിസ്റ്റ് കൂടി കൊന്ന സ്ഥലമാണ്. അവരും ഇതുപോലെ എന്താ പറയുക, ടൂറിസ്റ്റായിട്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. क्या नाम है ये जगह का? हाँ वो मेरे को पता है। ये बाइसन वाली जाएगी क्या? बाइसन वाली बंद है, कब खुलेगा वो? हाँ अभी जाएंगे हम धबियन वैली, हाँ कश्मीर वैली हाँ और धुना वैली हाँ। और कैनमार्ग। ये बाइसन वाली कब खुलेगा? ये अभी पता नहीं खुलेगा। स्नो की वजह से। അപ്പോൾ നമ്മുടെ ബായി പറഞ്ഞത് ബൈസൺ വാലി ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം മഞ്ഞ് വീഴ്ച കാരണമാണ്. അതിപ്പോൾ ഒന്നും തുറക്കില്ല, ഇനിയിപ്പോൾ സമ്മർ ആയാലേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഡബിയൻ വാലി, കാശ്മീർ വാലി, ഗുണ വാലി, കൈൻമറി. ഏട്ടായി പതിക്കപ്പോ എങ്ങനെയുണ്ട്? അതെടുക്കുന്നുണ്ട്. ഞാനേ വീഴോന്നാവോ, എന്നിട്ട് ഇനി ഫോണ്. പതിക്കപ്പോ കുതിരെ. ഏട്ടായി ഇതിന്റെ കയറ് പിടിക്കൂ. അനക്കാണ്ട പോയതിൽ ഈ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല, ചാത്തൻ ഐഫോണാണ്.
വൈകുന്നേരം കഞ്ഞി കുടിക്കണ്ടേ കുതിരക്ക്? പണിയെടുക്കണേ, പണിയെടുത്താലേ കഞ്ഞി കിട്ടുള്ളൂ. ചില ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് റോഡ് ഭയങ്കര സ്ലിപ്പറിയാണ്, നമുക്കിപ്പോൾ വീഴുന്നു തോന്നും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുതിരയുടെ പുറത്ത് കയറുന്നതും സംഭവം കുറച്ച് സീനാണ്. പിന്നെ ഈ കുതിര എന്താ വെച്ചാൽ അറക്കെത്തിക്കഴിഞ്ഞാലും സ്പീഡിൽ പോകും, കയറ്റെത്തിക്കഴിഞ്ഞാലും സ്പീഡിൽ പോകും. പിന്നെ ഈ ചങ്ങായി പിന്നിലിരുന്നിട്ട് ചെറുതായിട്ട് സ്പീഡ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ചാടിയിട്ടല്ലാണ്ട് പോകുന്നുമില്ല. ये वाला हाँ അവിടെ ബായി കാണിച്ചെന്നാണ് ദബിയാൻ വാലി. അവിടുന്ന് ചങ്ങായി എന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് തരും. അതിനൊന്നും എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മുന്നേ പോയ കുതിരയുടെ ബായിയാണ് ഈ പോകുന്നത്. ആളവിടെ നിന്നപ്പോൾ തന്നെ കുതിര സ്പീഡിൽ പോവാണ്. ഇതിൻ്റെ സസ്പെൻഷന് ഒരു കുഴപ്പമുണ്ട്. ഈ കുതിരയുടെ സസ്പെൻഷൻ എന്തോ കുഴപ്പമുണ്ട്. ഭയങ്കര അളക്കം. അപ്പം അതിൻ്റെ സസ്പെൻഷൻ ഈ കേടന്ന കുതിരനെ നമുക്ക് തന്നിക്കണം. നല്ല കുതിര എല്ലാം ഉണ്ട്. ഞാൻ ChatGPT നോക്കി, അതിൽ 700 മുതൽ 1200 വരെ ഒരു കുതിരക്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കണത്. ഒരു പറഞ്ഞ പൈസ 700 പക്ഷേ മറ്റേ ഇന്നലെ നമ്മൾ പോയപ്പോൾ കണ്ടില്ലേ ആൾക്കാർ, അവരെ മാതിരി കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു 350-400 വരെയൊക്കെ കിട്ടുന്നുണ്ടാവും. അത്രയൊക്കെ തന്നെ താഴ്ത്തുള്ളൂ. ഇവർക്കിപ്പോൾ ഇത് കാര്യം വേണ്ടതുകൊണ്ട്. മലയാളിയാണോ? എവിടുന്നാ? കോഴിക്കോട്. പാലക്കാട് ഒറ്റപ്പാലം. ഇതൊരു സംഭവം തന്നെ കേട്ടോ. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടെയുള്ള ആൾക്കാരിനേക്കാളും കൂടുതൽ നമ്മൾ കാണുന്നതും മിണ്ടുന്നതും മലയാളിയായിട്ട് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ വന്ന സ്ഥലങ്ങളിൽ എവിടെയാണെന്നുണ്ടെങ്കിലും. കാശ്മീർ വാലിയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏത് വാലിക്ക് എത്തി കഴിഞ്ഞാലും ബായി കുറച്ച് നേരം നിർത്തിയിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് തരും. ചാർജ് ചെയ്യാ കബൂത്തർ വീഡിയോ ചങ്ങായി പ്രാവിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് പൈസ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് ചോദിച്ചിട്ട് തന്നെ നമ്മൾ സാധനങ്ങൾ എടുക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അവർ വേണമെന്ന് പറയും. പ്രാവിനൊക്കെ ആദ്യം തരും, എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് പൈസ വേണമെന്ന് പറയും. അയാളിപ്പോൾ ടിപ്പ് ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ ആദ്യം ചോദിച്ചാണ് പൈസ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ആൾ വേണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ അയാൾക്ക് ടിപ്പ് വേണം അത്രേ. ഇനിയിപ്പോൾ കൊടുക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാം. മുന്നേ കൂട്ടി മുന്നേ ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യം. 20 റുപ്യ ചങ്ങായി കൊണ്ടുപോയി. ചങ്ങായി അതുകൊണ്ട് കായിക്കാരനാട്ടെ. പോട്ടെ. ഓ कौन सा वैली? कश्मीर वैली। ये जो माउंटेन के बैक साइड है ना, हाँ, श्रीनगर। माउंटेन के बैक साइड आता श्रीनगर। यहाँ से अमरनाथ यात्रा यहीं से जाता है. എന്താ പറഞ്ഞേ? എന്ത് വീഡിയോയോ? സെറ്റാക്കാം. പതിക്കാവോ കുതിരെ?
ഈ ചെങ്ങായി അളക്കാണ്ട് കൊണ്ടോ കുതിരെ. തല്ലിക്കന്നെ ചിലപ്പോ ഓടിട്ടോ. പിന്നെ വല്ല കാട്ടില് പോയിട്ടാ നിക്കോ. ഇപ്പം നമ്മുടെ ബായി പറഞ്ഞ ഈ കാണുന്ന മലയുടെ ബാക്കിലാണ് ശ്രീനഗർ എന്ന് പറഞ്ഞ് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ബൈക്ക് ഓടിച്ചിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നത്. കയറ്റായി കഴിയുമ്പോൾ ഈ ചങ്ങായി പതിക്കെ പോവില്ല, ഇയാൾ ഓടി ഓടിയിട്ടേ പോവുള്ളൂ. എന്താ ചെയ്യാ. എക്സോസ്റ്റ് പോകുന്നു, എക്സോസ്റ്റ് സീൻ. അത് അടുത്ത മലയാളീസ് വരുന്നുണ്ട്. ഇവിടെ പോയാലും ഫുള്ള് മലയാളികളാണല്ലോ. സീനാണ്. ശരി. ആ പെണ്ണുപിള്ള അതൊക്കെ നോക്കുന്നുണ്ട്. സീൻ. അനങ്ങാണ്ട് നടക്ക കുതിരെ. ഇപ്പം നമ്മൾ പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡും റിസോർട്ടുകളാണ്, ചെറിയ ചെറിയ റിസോർട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ വിൻ്ററിൽ വരികയാണെന്ന് വെച്ചാൽ ഇത് ചൂസ് ചെയ്യാതിരിക്കുക നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 4 പുറം മഞ്ഞ് വേണമെന്നൊരു ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അതല്ല സമ്മറിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന റിസോർട്ടുകൾ ബുക്ക് ചെയ്യാം. നമ്മുടെ ശ്രീനഗറിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സൈറ്റ് സീയിങ്ങിന് വരുന്ന സമയത്ത് ശ്രീനഗറായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. എയർപോർട്ടിൽ നിന്നുള്ള ദൂരമായാലും അതേമാതിരി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ ശ്രീനഗർ ഏകദേശം അവിടുത്തെ ഒരു സിറ്റി ഏരിയയാണ്. അവിടുത്തെ ബാക്കി എല്ലാ സ്ഥലങ്ങൾക്കും ഏകദേശം ഒരേ ദൂരമാണ്. ഇവിടെ വന്ന് റൂം എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പഹൽഗാം ചുറ്റി കാണാമെന്നല്ലാണ്ട് വാലി എല്ലാം ചുറ്റി കാണാൻ നമ്മൾ ഗുൽമർഗ് ആ ഭാഗത്തു കൂടെ ഒക്കെ പോകുന്ന സമയത്ത് കൂടുതൽ ദൂരം ഉണ്ടായിരിക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന്. സീന്. പിന്നെ ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ ഒരു സുഖമില്ല കേട്ടോ. ബാക്ക് ക്യാമറ അടിപൊളിയുണ്ട്. ബാക്ക് ക്യാമറയിൽ ആ സ്കൈ കാണുന്നോണ്ട് സംഭവം കൊള്ളാം. കേക്കലുണ്ടോ ജി? ആക്കല്ല. ഓ എന്നെ കാണാൻ ആപ്പിള് മാതിരി ഉണ്ട്. ഇപ്പൊ ചുവന്നിരിക്കുന്നുണ്ട്. എന്നെ കാണാൻ കരിഞ്ഞ ആപ്പിളായി. ഓ സീന്. എന്നെ കാണാൻ ഭയങ്കര ഭംഗി. ഞാൻ ലിബാം വിളിച്ചിട്ടില്ലേ, സീനില്ല. ചങ്ങായ കുതിര അടിക്കണ്ട. ആക്സിഡന്റ് സാധ്യത മേഖലയാണ്. വേറെ 2-3 കുതിര വരുന്നുണ്ട്. ഇതെന്താ സംഭവിച്ചിട്ടാണ്? ആ കുതിരനെ കണ്ടോ ഈ? ആ കുതിരക്ക് മറ്റേ രോമം കൂടുതലുണ്ട്. പിന്നെ മറ്റേ കഴുത്തിന്റെ മേലുള്ള സംഭവം കണ്ടില്ലേ, അതിന് ചിലപ്പോൾ പൈസ കൂടുന്നുണ്ടാവും. നമ്മൾ പൈസ കുറച്ച് കൊടുത്തോണ്ട് കിടന്ന കുതിരനെ തന്നാ. കൈ കടയാൻ തുടങ്ങി. ശരി, എല്ലാം മലയാളീസാണല്ലോ. എല്ലാം മലയാളീസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഇല്ല. ഉണ്ട്, നമുക്ക് മാത്രമേ ഈ ഭ്രാന്തൊക്കെ ഉള്ളൂ. हिंदी मालूम? हाँ हिंदी मालूम है, थोड़ा थोड़ा. की रोटी और घास का जूता बनाते हैं सफल लोग.
जून जुलाई में आता है, विंटर में वो नीचे होता है जम्मू। तो जून जुलाई में पूरा हरा रहता है इधर, ठीक वो इधर होता है। अभी जाएंगे हम कानीमर्ग लास्ट पॉइंट। കൈനി മർഗ് വാച്ച് പോയിന്റ്. हाँ उधर फोटो वोटो लेने का, पिक्चर विक्चर। हाँ ओके नीचे उधर सकता है क्या उधर? हाँ उधर नीचे उतरेगा। ठीक. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കൈനിമർഗ് വാച്ച് പോയിന്റിലാണ്. ഇതാണ് അതിൻ്റെ എൻഡ് പോയിന്റ്. അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് പോകാൻ പറ്റുന്നവരെന്ന് പറയുന്നത് അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ആള് പറഞ്ഞത്. ഇയാൾ സ്പീഡാക്കിയാണ് ഏതാണ് ഓടണതേ, ഇത്തറെന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളവർക്കൊക്കെ അതുവരെയാണ് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമുക്ക് കുതിരയിൽ നിന്ന് താഴത്ത് കറക്കിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാം, എന്നിട്ട് തിരിച്ചു വരാമെന്നാണ് പറഞ്ഞത്. എടി അന്ന് നമ്മളേ ഡി കൊടൈക്കനാൽ പോയിട്ട് അന്ന് അവിടുത്തെ എത്രയാ പറഞ്ഞേ? അന്ന് പറഞ്ഞില്ലേ, നല്ല എമൗണ്ട് പറഞ്ഞില്ലേ? അന്ന് 800 റുപ്യ ഒരാൾക്ക് പറഞ്ഞു. അപ്പോൾ ഇത് ലാഭമാണ്. ഒന്ന് നോക്കി സംഭവം എന്തായാലും അടിപൊളിയാണ്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പഹൽഗാം വാലി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുതിര സവാരി നിങ്ങൾ ഒഴിവാക്കാണ്ടിരിക്കുക. കുറച്ച് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 400, ഒരു ഹോഴ്സ് റൈഡിന് 400 രൂപ 500 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അതിന് മേലെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട തന്നെ പറഞ്ഞിട്ട് മാറി നിന്ന് അവർ പിന്നാലെ വന്ന് പിന്നെയും ചോദിക്കും. കാരണം ഇവരുടെ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെന്തായാലും പിന്നാലെ വരും. അങ്ങനെ ചോദിച്ച് വാങ്ങിച്ചെടുക്കുക, എന്നിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യുക. കുതിരയിൽ തന്നെ വിസിറ്റ് ചെയ്യുക. അതൊരു പ്രത്യേക ഒരു വൈബാണ്. അത് ഫീൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് എൻ്റെ ഫോണല്ലേ? भाई का पता नहीं चाहिए यार। ऐसा नहीं इसका कितना लेना है, यूटर लगे है वो उधर पैदल नर्सरी के उधार അല്ല എടുക്കുന്ന സമയത്ത് സ്റ്റോറേജ് ഫുൾ ആകുന്നില്ല അല്ലേ? सीधो कोना रे और जो दे तेरी कसम जो क्या हुई तरह मैं पीछे हूं पैदल हूं। തണലത്ത് കെത്തി കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. देखो ना पैसा नहीं लेना, पैसा नहीं लेना, ठीक है। अच्छा वो कोड़ा ले आए ആടെ അവിടെ എത്തി ഇറങ്ങാൻ പറ്റും അത്ര. അവിടെ നിന്ന് എടുക്കാം നമുക്ക്, എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ചങ്ങായി എടുത്തേരുണ്ടാവും. और जो दे इतना मजाक बात है रे, तेरी कसम यार यू क्या ഇപ്പൊ എടുക്കുമ്പോ पैदल ആ അവിടെ എത്തിയിട്ട് ഇറങ്ങിക്കാൻ നമുക്ക് സെൽഫി എടുക്കാം. അന്നൊന്നും എടുക്കില്ല, സെൽഫി ആണെങ്കിൽ എടുക്കാം. और तेरी कसम यू क्या यार वो पैदल हुआ है तो मैं ना पावे टोरी जमीन क्यों हो जाऊं उसके तू आई भले ले तेरी कसम रे यार तू को ना कितना लेने है के मैं टेक यू शोल्डर शोल्डर गिर जाऊंगा। इधर बोले इधर जाओ, पिक्चर विक्चर ले लो। ठीक है 10 मिनट में आ जाओ। 10 minutes. 10 മിനിറ്റിനുള്ളിൽ പോയിട്ട് വരാൻ സമയം എത്രയായി? 1:20. കുഴപ്പമില്ല. ഇവിടെ ഫുള്ള് കുതിരച്ചാണകമാണ് ഗായ്സ്. ഈ ഷൂവിൻ്റെ ഒക്കെ കോലം. അത് കൂടെ അങ്ങോട്ട് കയറാം. ആ ഹോട്ടലിലെല്ലാം ഉണ്ട്. മാഗി വേണടി? വാ പിടിക്ക്, വെഴുക്കും. പിടിക്ക്. ഞാൻ വീഴുന്ന പറഞ്ഞത് ഇയ്യ. വെഴുക്കാണ്ട് വാട്ടാ. പോരെ പോരെ, പിന്നാലേക്ക് പോരെ, പിന്നാലേക്ക് പോരെ. ഈ കാണാണ് കൈനിമർഗ് വാച്ച് പോയിന്റ്. നമ്മളൊരു 2 ദിവസം മുന്നേ വന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഇവിടെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടാവും. ഇന്നിവിടെ ടെമ്പറേച്ചർ ഇച്ചിരി കൂടുതലാണ്. ഏകദേശം ഈ മേലക്കെത്തിയപ്പത്തിന് 2 ഡിഗ്രി ഒക്കെ അയക്കണം, ഉച്ച അയക്കണം. നമ്മൾ കയറിയ സമയത്ത് നിന്ന് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം മേലേക്ക് കയറാണ്ട്.
मेमोरी देते नहीं चाहिए ये रील बनाओ रील ശരി ഈ സാധനം സീനിലടി ഇന്നലത്തെ സൂനേക്കായി നല്ല ഇതാണ് തേങ്ങ നല്ല ചാത്തം വരെ നമ്മള് പറ്റിച്ച് ആ लिया लिया उधर से लिया മറ്റേങ്ങ നമ്മളെ പറ്റിച്ചാണ്, ഇനി നിങ്ങളെ പറ്റിക്കാൻ നിൽക്കണ്ട അല്ലേ. പാടി അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കേ ബായ്. എന്താണ് ബ്രോ കാണാം. ഇതാപ്പൊ കോലം അവള് കാശ്മീർ ട്രിപ്പിന് വന്നിക്ക മുട്ടുളുക്കിക്കത്ര. എന്തപ്പ എന്റെ കഥ നിസ്കരിച്ചു വന്നായി ഈ റുക്കൊക്കെ ചെയ്തിട്ടേ വീട്ടിൽ നിന്ന് അവള് നിസ്കരിക്കില്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അതിന് വേണ്ടി ഇപ്പോൾ കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ പഹൽഗാം വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുതിരപ്പുറത്തുള്ള യാത്ര മിസ് ഔട്ട് ചെയ്യാണ്ടിരിക്കുക. അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും വെറുത്തായിട്ട് തോന്നും. കുറച്ചൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് ഏകദേശം 400-500 രൂപയ്ക്ക് ഒരു കുതിരകളിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും ചെയ്യും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.